ഇനി നമുക്ക് അന്താരാഷ്ട്ര വാർത്ത പരിശോധിച്ചു കഴിഞ്ഞാൽ ഗാസയെക്കുറിച്ച് ലോകം നീറുകയാണ്, അപലപിക്കുകയാണ്. ഗാസ സംബന്ധിച്ച് അവിടെ കൂട്ടക്കുരുതി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. കാരണം ഈ കൂട്ടക്കുരുതി സംബന്ധിച്ച് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ഏജൻസികളുടെയൊക്കെ തന്നെ മരണക്കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്നത്. കാരണം 53 പേർ മരിച്ചു എന്ന് പുതിയ റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും നമ്മൾ ഓർക്കേണ്ടത് അവിടേക്ക് സഹായഹസ്തവുമായി എത്തുന്ന പല ഏജൻസികളുണ്ട്. ആ ഏജൻസികളെയും ടാർഗറ്റ് ചെയ്ത് അവരെയും ഫിനിഷ് ചെയ്യുക എന്ന കൂട്ടക്കുരുതിയിലേക്ക്, ക്രൂരതയിലേക്കാണ് ഇസ്രായേൽ പോകുന്നതെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇന്റർനാഷണൽ മേഖലയിൽ നിന്ന് എന്തൊക്കെയാണ് ഇപ്പോൾ എൻ്റെ പ്രതികരണങ്ങൾ വരുന്നത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. പ്രമേഷ് കുമാർ ചേരുന്നുണ്ട് ഡെസ്കിൽ നിന്നും. പ്രമേഷ് ഏട്ടാ, ഓരോ ദിവസവും ഈ ഗാസയിൽ നിന്ന് വരുന്ന വാർത്തകൾ, കൂട്ടക്കുരുതിയുടെ വാർത്തകൾ, അത് വളരെ ഞെട്ടലുളവാക്കുന്നു. ഈ കൂട്ടക്കുരുതിയെ സംബന്ധിച്ച് അതിനേക്കാൾ ഉപരി നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നത് ഒരു അന്താരാഷ്ട്ര റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഏജൻസികളിൽ വരുന്ന ചിത്രങ്ങൾ, കുരുന്നുകളുടെയൊക്കെ ചിത്രങ്ങൾ, ആ ചിത്രങ്ങളൊപ്പം ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന അവിടേക്ക് എത്തുന്ന സഹായവുമായി എത്തുന്ന ആ ആളുകളെയും ഏജൻസികളെയും പോയി ടാർഗറ്റ് ചെയ്ത് അവർക്ക് ഒരു തരി വെള്ളം പോലും, അല്ലെങ്കിൽ അവർക്ക് കുടിക്കാനോ കഴിക്കാനോ അല്ലെങ്കിൽ ഉടുക്കാനോ ഒരു സാമഗ്രികൾ പോലും കൊടുക്കാൻ പാടില്ല എന്ന രീതിയിലേക്ക് ഈ ആക്രമണം പോകുന്നത്. എന്താണ് പുതിയ അപ്ഡേഷൻസ് വരുന്നത്? കൈപ്പള്ളി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 2023 ജൂലൈ 7 നടന്ന ഹമാസിൻ്റെ അറ്റാക്കിന് ശേഷം അവിടെ നടന്ന ഇതുവരെയുള്ള സംഭവങ്ങളിൽ, കൂട്ടക്കൊലയിൽ ഏതാണ്ട് 60,000-ലധികം പേരാണ് ഇതുവരെ അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ അതിൽ കുട്ടികൾ, ധാരാളം കുട്ടികളുണ്ട്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ട്, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ട്. പട്ടിണി കൊണ്ട് കുട്ടികൾ ധാരാളം മരിക്കുന്നു. അതാണ് ഗാസയുടെ ഇപ്പോഴത്തെ സ്ഥിതി. അതായത് ഒരു സൈഡ് ഇസ്രായേൽ സൈന്യം, മറു സൈഡ് മെഡിറ്ററേനിയൻ സീ, കടൽ, ഇതിന് നടുവിൽ അകപ്പെട്ട ഒരു മൺചീന്താണ് ശരിക്കും ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്, മുനമ്പ്. അവിടെ ഏതാണ്ട് കുറേ പേര് ഇപ്പം തന്നെ തെക്കൻ ഭാഗത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. ബാക്കി കുറേ പേര് ഇപ്പോഴും അവിടെ അവശേഷിക്കും. അവർക്ക് പോകാൻ ഇടമില്ല. അവിടെ അഭയാർത്ഥി ക്യാമ്പിലും ഒക്കെ ആയിട്ട് പലരും കഴിയുകയാണ്. അവർക്ക് തെക്കൻ പ്രദേശത്തേക്ക് പോകാനോ അതിനുള്ള സൗകര്യങ്ങളോ ഇല്ലാത്ത ജനതയാണ്. ശരിക്കും പൂർണ്ണമായി ഒറ്റപ്പെട്ട ഒരു ജനതയുടെ പുറത്താണ് ഈ നരഹത്യ, ക്രൂരമായ നരഹത്യ. ഈ സമാധാന ശ്രമങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ, കാരണം ഓരോ ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഓരോ ദിവസവും അപലപിച്ചുകൊണ്ട് രാഷ്ട്രത്തലവന്മാരും അല്ലെങ്കിൽ രാഷ്ട്രങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ അപലപിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ വരുന്നതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യതകൾ ഇത് അവസാനിപ്പിക്കാനുള്ള. അവിടെ വെടിനിർത്തലിന് ഇപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു കരാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ കരാറിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഭാഗം ആ കരാർ പാലിക്കാമെന്ന് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഹമാസ് അതിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പലസ്തീൻ അതോറിറ്റി ആണെങ്കിൽ ഇത് സംബന്ധിച്ച് ആ കരാർ പരിശോധിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ വ്യവസ്ഥകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ കരാർ വന്നാൽ ഒരുപക്ഷെ അവിടെ തൽക്കാലത്തേക്ക് ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകാം. പക്ഷേ മുമ്പൊക്കെയുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കരാറുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആ കരാറുകൾ ഏകപക്ഷീയമായി ഇസ്രായേൽ തന്നെ ലംഘിക്കുന്ന അവസ്ഥയിലേക്കാണ് പിന്നീട് കാരണങ്ങൾ പോകുന്നത്. ആ പഴയ കരാറുകളുടെ വ്യവസ്ഥകൾ തന്നെയാണ് ഇപ്പോഴും ഈ പുതിയ കരാറിലുള്ളത്. ഇതിൽ പുതുതായി വന്നിട്ടുള്ളത്, ഇതിന് ശേഷം ഗാസയുടെ നിയന്ത്രണമാർക്ക് അത് ഒരു അന്താരാഷ്ട്ര സമിതിയായിരിക്കും അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ളത് ആണ്. പിന്നെ അവിടെ പീസ് കീപ്പിങ്ങിന് ഒരു ഫോഴ്സിനെ ഏർപ്പെടുത്താം എന്നുള്ള 2 പുതിയ വ്യവസ്ഥകൾ മാത്രമേ പുതുതായിട്ടുള്ളൂ. ഇത് ഏകപക്ഷീയമായുള്ള വ്യവസ്ഥാലംഘനം ഇസ്രായേൽ തന്നെ നടപ്പാക്കുകയും ചെയ്യും. എന്നു മാത്രമല്ല, പതിറ്റാണ്ടുകളായി പലസ്തീൻ്റെയും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും ഒരു ആവശ്യമുണ്ട്. സ്വതന്ത്രവും പരമാധികാര സ്വഭാവമുള്ള ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളത്. അത് 1947-8 ആ സമയത്ത് അന്താരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ തന്നെ നമ്മുടെ പ്രമേയമാണ് ശരിക്കും ദുരാഷ്ട്ര പരിഹാരം എന്നുള്ളത്. ആ പ്രമേയം അംഗീകരിക്കാൻ അതെ ഇസ്രായേൽ ഇപ്പോഴും തയ്യാറായിട്ടില്ല. പലസ്തീൻ രാഷ്ട്രം എന്നുള്ളത് അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പരിഹാരമേ അല്ല. സ്വാഭാവികമായിട്ട് ഈ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമെന്നല്ലാതെ പലസ്തീൻ പ്രശ്നം അവിടെ വീണ്ടും അവശേഷിക്കുക. തീർച്ചയായും ഓരോ ദിവസവും നമുക്ക് ഗാസയിൽ നിന്ന് വാർത്തകൾ വല്ലാതെ നമ്മെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ കൂട്ടക്കുരുതികൾ ഇങ്ങനെ തുടരുമ്പോഴും ഒരു തരത്തിലും സമാധാന നീക്കങ്ങൾക്ക് ശ്രമം അല്ലെങ്കിൽ മുഖം കൊടുക്കുന്നില്ല ഇസ്രായേൽ എന്നുള്ളതാണ്.